അനുമാനങ്ങൾ കൊണ്ട് നിങ്ങളുടെ ഹൃദയം തകർക്കുന്നതിനു മുമ്പ് നിർത്തുക, ശ്വസിക്കുക. കാരണം ചില നിശബ്ദതകൾ സ്നേഹത്തിൽ നിന്നാണ് ജനിക്കുന്നത്, നഷ്ടത്തിൽ നിന്നല്ല. നിങ്ങൾ പ്രാധാന്യമർഹിക്കുന്നത് നിർത്തിയതുകൊണ്ടല്ല അവ സംസാരിക്കുന്നത് നിർത്തിയത്. നിങ്ങൾ വളരെയധികം പ്രാധാന്യമർഹിക്കാൻ തുടങ്ങിയതുകൊണ്ടാണ് അവ നിർത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് അവരുടെ അഭാവം അനുഭവപ്പെടുന്നുണ്ടെങ്കിലും അവരുടെ സാന്നിധ്യം ഇപ്പോഴും അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഈ സന്ദേശം നിങ്ങൾക്കുള്ളതാണ്. അവരുടെ വാക്കുകൾ നഷ്ടപ്പെടുമ്പോഴും നിങ്ങളുടെ ഹൃദയം അവയെ അനുഭവിക്കുന്നു. അത് ഭാവനയല്ല. സ്നേഹം അതിനടിയിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുമ്പോൾ നിശബ്ദത ഏറ്റവും വേദനിപ്പിക്കുന്നു. അവർ നിശബ്ദരാകുന്നു. അവർ നിങ്ങളെ മറന്നതുകൊണ്ടല്ല, മറിച്ച് അവർക്ക് നിങ്ങളോട് തോന്നുന്നത് എങ്ങനെയെന്ന് അവർക്കറിയാത്തതുകൊണ്ടാണ്. സ്നേഹമില്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ നെഞ്ചിൽ ഈ ഭാരം നിങ്ങൾക്ക് അനുഭവപ്പെടില്ല. ചിലർ പോകുന്നില്ല. മികച്ച ഒരാളായി തിരിച്ചുവരുമെന്ന് പ്രതീക്ഷിച്ച് അവർ പിൻവാങ്ങുന്നു. സംസാരിക്കുന്നത് അവരിപ്പോഴും സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന ഒരു ഹൃദയത്തെ തുറന്നുകാട്ടുമെന്നതിനാലാണ് അവർ നിശബ്ദത തിരഞ്ഞെടുത്തത്. ഇന്ന് രാത്രി നിങ്ങളുടെ മൂല്യത്തെ ചോദ്യം ചെയ്യരുത്. അവർ വഹിക്കാൻ പാടുപെടുന്നതിന്റെ ആഴത്തെ ചോദ്യം ചെയ്യുക. ചിലപ്പോൾ നിശബ്ദത തിരസ്കരണത്തേക്കാൾ വേദനാജനകമാണ്. നിങ്ങൾ നിരാശനായതുകൊണ്ടല്ല, മറിച്ച് നിങ്ങളുടെ ഹൃദയത്തിന് ഇപ്പോഴും വാക്കുകൾ തകർക്കാത്ത ഒരു ബന്ധം അനുഭവപ്പെടുന്നതിനാലാണ് നിങ്ങൾ നിങ്ങളുടെ ഫോൺ പരിശോധിക്കുന്നത്. ഈ വ്യക്തി നിശബ്ദനല്ല, കാരണം അവർ അത് ശ്രദ്ധിക്കുന്നില്ല. പ്രകടിപ്പിക്കാൻ അറിയുന്നതിലും കൂടുതൽ അനുഭവിക്കുന്നതിനാൽ അവർ നിശബ്ദരാണ്. അവരുടെ ഹൃദയം വികാരങ്ങളാൽ ഭാരപ്പെട്ടിരിക്കുന്നു. അവർ പുറത്തുവിടാൻ ഭയപ്പെടുന്നു. തിരിച്ചെടുക്കാൻ കഴിയാത്ത എന്തെങ്കിലും പറയാൻ അവർ ഭയപ്പെടുന്നു. ഇതുവരെ കടന്നുപോകാൻ തയ്യാറാകാത്ത ഒരു വാതിൽ തുറക്കാൻ അവർ ഭയപ്പെടുന്നു. അതിനാൽ അവർ നിശബ്ദതയെ സംരക്ഷണമായി തിരഞ്ഞെടുക്കുന്നു. അകലം നിരസിക്കലല്ല. അവർ നിശബ്ദമായി സ്വന്തം പോരാട്ടങ്ങൾ നടത്തുന്നു. സത്യസന്ധമായി സംസാരിക്കാൻ സ്ഥിരതയുള്ളവരും യോഗ്യരും ശക്തരുമാകാൻ ശ്രമിക്കുന്നു. അവരുടെ നിശബ്ദത നിങ്ങളുടെ മൂല്യത്തെക്കുറിച്ചല്ല, അത് അവരുടെ സന്നദ്ധതയെക്കുറിച്ചാണ്. നിങ്ങളുടെ സമാധാനം സംരക്ഷിക്കുക. നിങ്ങൾക്കായി ഉദ്ദേശിച്ചത് കാലക്രമേണ സംസാരിക്കും. നമുക്ക് കൂടുതൽ ആഴത്തിൽ പോകാം. ഇത് കേൾക്കുന്നതിനു മുമ്പ് ഒരു ദീർഘനിശ്വാസമെടുക്കുക. ഈ സന്ദേശം നിങ്ങളെ വേദനിപ്പിക്കുമെന്നതുകൊണ്ടല്ല, മറിച്ച് നിങ്ങളുടെ ഹൃദയത്തിലെ നിങ്ങൾ അനുഭവിക്കാതിരിക്കാൻ ശ്രമിച്ച സ്ഥലങ്ങളെ സ്പർശിക്കുമെന്നതുകൊണ്ടാണ്. ഈ സന്ദേശം നിങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കാനല്ല, നിങ്ങൾക്ക് തെറ്റായ പ്രതീക്ഷ നൽകാനല്ല. ഇത് സത്യം സൗമ്യമായും സത്യസന്ധമായും ശ്രദ്ധയോടെയും നിങ്ങളോട് പറയാനിവിടെയുണ്ട്. കാരണം ചിലപ്പോൾ സത്യം നിലവിളിക്കില്ല, ചിലപ്പോൾ സത്യം മന്ത്രിക്കുകയും നിശബ്ദത അതിന്റെ ഭാഷയായി മാറുകയും ചെയ്യുന്നു. നിങ്ങൾ നിങ്ങളുടെ ഫോൺ വീണ്ടും വീണ്ടും പരിശോധിക്കുന്നു. നിങ്ങൾ ദുർബലനായതുകൊണ്ടോ നിങ്ങൾ നിരാശനായതുകൊണ്ടോ അല്ല, മറിച്ച് നിങ്ങളുടെ മനസ്സിന് വിശദീകരിക്കാൻ കഴിയാത്ത എന്തോ ഒന്ന് നിങ്ങളുടെ ഹൃദയത്തിന് അനുഭവപ്പെടുന്നതിനാലാണ്. സന്ദേശമില്ല, കോളില്ല, നിങ്ങൾ എങ്ങനെയുണ്ട്, ഇല്ല, എനിക്ക് നിങ്ങളെ നഷ്ടമായി. ഇന്ന് നിങ്ങൾ അവരുടെ ചിന്തകളെപ്പോലും മറികടന്നതായി ഒരു സൂചനയുമില്ല. അത് വേദനിപ്പിക്കുന്നു. പക്ഷേ നമുക്ക് സത്യം പറയാം, നിശബ്ദത തന്നെ നിങ്ങളെ തകർക്കുന്നില്ല. നിങ്ങളെ തകർക്കുന്നത് ആശയക്കുഴപ്പമാണ്. കാരണം ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങൾ മറന്നുപോയതായി തോന്നുന്നില്ല, നിങ്ങൾ മായ്ക്കപ്പെട്ടതായി തോന്നുന്നില്ല, നിങ്ങൾ സ്നേഹിക്കപ്പെട്ടതായി തോന്നുന്നില്ല. വാക്കുകളില്ലാത്ത ഒരു സാന്നിധ്യം, സമ്പർക്കമില്ലാത്ത ഒരു ബന്ധം, ഉറപ്പില്ലാത്ത ഒരു ബന്ധം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു. അതാണ് ഏറ്റവും വേദനിപ്പിക്കുന്നത്. ഇന്ന് രാത്രി നിങ്ങൾക്ക് വ്യക്തത ആവശ്യമാണ്. ഡ്രാമയ്ക്കു വ്യക്തതയല്ല, വൈകാരിക കൃത്രിമത്വമല്ല, മറിച്ച് യഥാർത്ഥമായ സത്യം. അതിനാൽ പതുക്കെ കേൾക്കൂ. അവർ അമിതമായി തോന്നുന്നതിനാൽ അവർ നിശബ്ദരാണ്. ഈ വ്യക്തി ഒന്നും തോന്നാത്തതുകൊണ്ടല്ല നിശബ്ദനാകുന്നത്, എല്ലാം അനുഭവിപ്പെടുന്നതുകൊണ്ടാണ് അവർ നിശബ്ദരാകുന്നത്. അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ എന്തോ ഒന്ന് മാറുന്നു. അവരുടെ നെഞ്ചിൽ ഭാരം അനുഭവപ്പെടുന്നു. വേദന കൊണ്ടല്ല, മറിച്ച് ആഴം കൊണ്ടാണിത്. അവർക്ക് എങ്ങനെ വഹിക്കണമെന്നറിയാത്ത ഒരാഴം, എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് അവർക്കറിയാത്ത ഒരാഴം. ചിലർ സ്നേഹത്തിൽ നിന്ന് ഓടിപ്പോകുന്നില്ല, അവർ സ്വന്തം വികാരങ്ങളുടെ തീവ്രതയിൽ നിന്ന് ഓടിപ്പോകുന്നു. അവർ നിങ്ങൾക്കായി അനുഭവിക്കുന്നത് അവരുടെ ഭാരത്തിൽ വീഴാത്ത വാക്കുകളിൽ എങ്ങനെ സ്ഥാപിക്കണമെന്ന് അവർക്കറിയില്ല. സ്വയം വെളിപ്പെടുത്താതെ, നിയന്ത്രണം നഷ്ടപ്പെടാതെ സുരക്ഷിതമായി സ്നേഹം എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് അവർക്കറിയില്ല. അതിനാൽ അവർ നിശബ്ദത തിരഞ്ഞെടുക്കുന്നു. അവർ ശ്രദ്ധിക്കാത്തതുകൊണ്ടല്ല, മറിച്ച് അശ്രദ്ധമായി സംസാരിക്കാൻ അവർ വളരെയധികം ശ്രദ്ധിക്കുന്നതിനാലാണ്. ഒരു വാതിൽ തുറക്കാൻ അവർ ഭയപ്പെടുന്നു. അവർക്ക് അടയ്ക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലാകാത്ത ഒരു കാര്യം അവർക്കറിയാം. അവർ സംസാരിച്ചു കഴിഞ്ഞാൽ, ആ സന്ദേശം അയച്ചു കഴിഞ്ഞാൽ, അവർക്ക് തോന്നുന്നതിന്റെ ഒരു ചെറിയ ഭാഗം പോലും അവർ സമ്മതിച്ചു കഴിഞ്ഞാൽ ഒരു തിരിച്ചുവരവില്ല. പ്രണയസന്ദേശങ്ങൾ അവർക്ക് വെറും വാക്കുകളല്ല, അവ പ്രതിജ്ഞകളാണ്, അവ വാഗ്ദാനങ്ങളാണ്, അവ തിരിച്ചുവരവില്ലാത്ത വൈകാരിക ബിന്ദുക്കളാണ്. രാത്രിയിൽ അവർ സ്വയം നിശബ്ദമായ ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഞാൻ അടുപ്പത്തിലായാലോ? ഞാൻ വളരെയധികം ആഴത്തിൽ വീണാലോ? എനിക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ടാലോ? എനിക്കെന്റെ ഹൃദയത്തെ സംരക്ഷിക്കാൻ കഴിയുന്നില്ലെങ്കിലോ? അതിനാൽ അവർ നിശബ്ദത പാലിക്കുന്നു.
നിങ്ങളെ ശിക്ഷിക്കാനല്ല, മറിച്ച് അവർക്കെങ്ങനെ അതിജീവിക്കണമെന്നറിയാത്ത വികാരങ്ങളിൽ നിന്ന് സ്വയം സംരക്ഷിക്കാനാണ്. അവർ നിങ്ങളെ ദൂരെ നിന്ന് നിരീക്ഷിക്കുന്നു. നിശബ്ദത എന്നാൽ അഭാവമല്ല. നിങ്ങളുടെ ഊർജം മാറുമ്പോൾ അവർ ശ്രദ്ധിക്കുന്നു. നിങ്ങളുടെ പുഞ്ചിരി നിർബന്ധിതമായി കാണുമ്പോൾ അവർ ശ്രദ്ധിക്കുന്നു. നിങ്ങളുടെ സന്തോഷം യഥാർത്ഥമായി തോന്നുമ്പോഴും അത് യഥാർത്ഥമല്ലെങ്കിലും അവർ ശ്രദ്ധിക്കുന്നു. അവർ നിങ്ങളുടെ പോസ്റ്റുകൾ കാണുന്നു. അവർ നിങ്ങളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കുന്നു. അവർ നിങ്ങളുടെ നിശബ്ദതയും അനുഭവിക്കുന്നു. ചില ആളുകൾ നിശബ്ദമായി സ്നേഹിക്കുന്നു. കാരണം എനിക്കെന്റെ പരമാവധി നൽകാൻ കഴിയുന്നില്ലെങ്കിൽ ഞാൻ ഒന്നും നൽകില്ലെന്ന് അവർ വിശ്വസിക്കുന്നു. സംസാരിക്കുന്നതിനു മുമ്പ് സ്ഥിരത പുലർത്താനും, വാഗ്ദാനം ചെയ്യുന്നതിനു മുമ്പ് സുരക്ഷിതരായിരിക്കാനും, കുറ്റസമ്മതം നടത്തുന്നതിനു മുമ്പ് ഉറപ്പുള്ളവരായിരിക്കാനും അവർ ആഗ്രഹിക്കുന്നു. ഉള്ളിൻ്റുള്ളിൽ അവർക്ക് നിങ്ങളെ അയോഗ്യരായി തോന്നിയേക്കാം. പകുതിയിലധികം സ്നേഹം നിങ്ങൾ അർഹിക്കുന്നുണ്ടെന്ന് അവർ വിശ്വസിക്കുന്നു. ഇത് കേൾക്കാൻ പ്രയാസമാണ്, പക്ഷെ മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ്. ഇപ്പോൾ അവർക്ക് നൽകാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ അർഹിക്കുന്നുവെന്ന് ഈ വ്യക്തി വിശ്വസിച്ചേക്കാം. കൂടുതൽ ശ്രദ്ധ, കൂടുതൽ സ്ഥിരത, കൂടുതൽ വ്യക്തത, കൂടുതൽ വൈകാരിക സാന്നിധ്യം. അതിനാൽ പകുതി സ്നേഹം നിങ്ങൾക്ക് നൽകുന്നതിനു പകരം അവർ പിന്മാറുന്നു. ഞാൻ മെച്ചപ്പെടുമ്പോൾ ഞാൻ സംസാരിക്കും. എനിക്ക് സ്ഥിരത പുലർത്താൻ കഴിയുമ്പോൾ ഞാൻ സന്ദേശമയക്കും. എനിക്ക് വേണ്ടത്ര ശക്തിയുണ്ടാകുമ്പോൾ ഞാൻ സ്നേഹം പ്രകടിപ്പിക്കും എന്നവർ സ്വയം പറയുന്നു. നിങ്ങളെ നിരാശപ്പെടുത്താതിരിക്കാനുള്ള അവരുടെ മാർഗമായി നിശബ്ദത മാറുന്നു. നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത പോരാട്ടങ്ങൾ അവർ നടത്തുന്നു. എല്ലാ പോരാട്ടങ്ങളും ഉച്ചത്തിലല്ല. എല്ലാ വേദനകളും ദൃശ്യമല്ല. ചില ആളുകൾ കരിയർ സമ്മർദ്ദം, കുടുംബ ഉത്തരവാദിത്വം, സുഖപ്പെടാത്ത ആഘാതം, മുൻകാല ഹൃദയാഘാതങ്ങൾ, വാക്കുകൾക്ക് വിശദീകരിക്കാൻ കഴിയാത്ത മാനസിക ക്ഷീണം എന്നിവയോട് പോരാടുന്നു. നിങ്ങളുടെ സമാധാനത്തിൽ കുഴപ്പങ്ങൾ വരുത്താൻ അവർ ആഗ്രഹിക്കുന്നില്ല. ശുദ്ധനായ ഒരാളിൽ നിന്ന് രക്തം ചൊരിയാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അതിനാൽ അവർ അപ്രത്യക്ഷമാകുന്നു. അവർ പരിപാലിക്കുന്നത് നിർത്തിയതുകൊണ്ടല്ല, മറിച്ച് അവർ അതിജീവിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ്. അവരുടെ നിശബ്ദത നിരസിക്കലല്ല, അത് സ്വയം സംരക്ഷണമാണ്. നിങ്ങൾ അറിയുന്നതിലും കൂടുതൽ അവർ നിങ്ങളെ ബഹുമാനിക്കുന്നു. ഈ വ്യക്തി നിങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവർക്ക് നൽകാൻ കഴിയാത്തത് വാഗ്ദാനം ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളെ അനിശ്ചിതത്വത്തിലേക്ക് വലിച്ചിഴയ്ക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അതിനാൽ അവർ പിന്മാറുന്നു. ചിലപ്പോൾ സ്നേഹം സാന്നിധ്യം പോലെയും ചിലപ്പോൾ സ്നേഹം സംയമനം പോലെയും കാണപ്പെടുന്നു. വാക്കുകളില്ലാതെ അവർ സ്നേഹം പ്രകടിപ്പിക്കുന്നു. എല്ലാവരും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നില്ല. ചിലർ വിശ്വസ്തത പുലർത്തി നിശബ്ദമായി നിങ്ങൾ അടുത്തില്ലാത്തപ്പോൾ നിങ്ങളുടെ പേര് സംരക്ഷിച്ചുകൊണ്ട്, ദൂരെ നിന്ന് നിങ്ങളുടെ സന്തോഷം ആഗ്രഹിച്ചുകൊണ്ട്, അത് അവരെ വേദനിപ്പിച്ചാലും നിങ്ങളെ വളരാൻ അനുവദിച്ചുകൊണ്ട് സ്നേഹം കാണിക്കുന്നു. അവരുടെ പ്രണയഭാഷ വാക്കുകളല്ല, അത് ഉദ്ദേശ്യമാണ്. അവർ ശരിയായ നിമിഷത്തിനായി കാത്തിരിക്കുകയാണ്. ഈ വ്യക്തി സമയം പ്രധാനമാണെന്ന് വിശ്വസിക്കുന്നു. അവർക്കൊരു തിടുക്കമുള്ള ഏറ്റുപറച്ചിൽ വേണ്ട. അവർക്ക് അർത്ഥമുള്ള ഒന്ന് വേണം. വൈകാരിക വ്യക്തത, ജീവിത സ്ഥിരത, ആന്തരിക ധൈര്യം എന്നിവയ്ക്കായി അവർ കാത്തിരിക്കുന്നു. ഒടുവിൽ സംസാരിക്കുമ്പോൾ വാക്കുകൾക്ക് എന്തെങ്കിലും അർത്ഥം വേണമെന്നവർ ആഗ്രഹിക്കുന്നു. നിങ്ങളെ നഷ്ടപ്പെടുമോ എന്ന് അവർ ഭയപ്പെടുന്നു. വിരോധാഭാസമെന്നു പറയട്ടെ, നിങ്ങളെ നഷ്ടപ്പെടുമോ എന്ന ഭയമാണ് അവരെ നിശബ്ദരാക്കുന്നത്. ഞാൻ അധികം പറഞ്ഞാൽ ഞാൻ അവരെ ഭയപ്പെടുത്തുമെന്നവർ കരുതുന്നു. ഞാൻ എന്റെ ഹൃദയം തുറന്നാൽ എനിക്കവരെ നഷ്ടപ്പെടാം. അതിനാൽ അവർ ദൂരം തിരഞ്ഞെടുക്കുന്നു. അത് നിങ്ങളെ സുരക്ഷിതമായി നിലനിർത്തുന്നുവെന്ന് വിശ്വസിക്കുന്നു. മൗനം എല്ലായ്പ്പോഴും ഇല്ല എന്നല്ല. ഈ സത്യം സാവധാനം പരിഹരിക്കട്ടെ. മൗനം അർത്ഥമാക്കാം: ഞാൻ തളർന്നുപോയി, ഞാൻ സുഖം പ്രാപിക്കുന്നു, എനിക്ക് ഭയമാണ്, ഞാൻ തയ്യാറെടുക്കുകയാണ്, ഞാൻ മികച്ചവനാകാൻ ശ്രമിക്കുകയാണ്. എല്ലാ ശാന്തമായ ഹൃദയവും ശൂന്യമല്ല. ഇപ്പോൾ ഈ ഭാഗം നിങ്ങൾക്കുള്ളതാണ്. സ്വയം കുറ്റപ്പെടുത്തുന്നത് നിർത്തുക. നിങ്ങളുടെ മൂല്യത്തെ ചോദ്യം ചെയ്യുന്നത് നിർത്തുക. ഏറ്റവും മോശമായത് അനുമാനിക്കുന്നത് നിർത്തുക. ആശയക്കുഴപ്പം പിന്തുടരരുത്. വ്യക്തതയ്ക്കായി യാചിക്കരുത്. തിരഞ്ഞെടുക്കപ്പെടാൻ സ്വയം ചുരുങ്ങരുത്. നിങ്ങളുടെ സമാധാനം സംരക്ഷിക്കുക. സ്നേഹം യഥാർത്ഥമാണെങ്കിൽ അത് വാക്കുകളിലൂടെയോ പ്രവൃത്തികളിലൂടെയോ സത്യത്തിലൂടെയോ അതിന്റെ വഴി കണ്ടെത്തുന്നു. അവർ സമയബന്ധിതമായി സംസാരിക്കുകയാണെങ്കിൽ നിശബ്ദത എന്തുകൊണ്ട് നിലനിന്നിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അവർ അങ്ങനെ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ മതിയായിരുന്നില്ല എന്നല്ല അതിനർത്ഥം. അതിനർത്ഥം അവർ തയ്യാറായിരുന്നില്ല എന്നാണ്. നിങ്ങൾക്ക് വേണ്ടിയുള്ള സ്നേഹം ഒരിക്കലും നിങ്ങളെ സംശയിക്കാൻ ആവശ്യപ്പെടില്ല. നിങ്ങൾക്ക് വേണ്ടിയുള്ള സ്നേഹം ഒരിക്കലും നിശബ്ദത കൊണ്ട് നിങ്ങളെ ശിക്ഷിക്കില്ല. നിങ്ങൾക്ക് വേണ്ടിയുള്ള സ്നേഹം വ്യക്തതയോടെ നിങ്ങളെ നേരിടും. അവസാന സന്ദേശം നഷ്ടപ്പെടുത്തരുത്. കാരണം അവസാന സന്ദേശം വളരെ പ്രധാനമാണ്, പ്രത്യേകിച്ച് നിങ്ങൾക്കായി. അതിനാൽ ദയവായി നിങ്ങളുടെ കണ്ണുകൾ അടച്ച് ശ്രദ്ധയോടെ കേൾക്കുക. നിങ്ങൾ സ്ക്രോൾ ചെയ്യുന്നതിനു മുമ്പ് ഒരു നിമിഷം നിർത്തുക. നിങ്ങളുടെ ഹൃദയത്തോട് സത്യസന്ധമായി ചോദിക്കുക, ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആരാണ് വന്നത്? കാരണം യഥാർത്ഥ ബന്ധങ്ങൾ നിശബ്ദതയിൽ അപ്രത്യക്ഷമാകില്ല.
അവ രൂപാന്തരപ്പെടുന്നു. ഈ സന്ദേശം നിങ്ങളുടെ നെഞ്ചിൽ അനുഭവപ്പെട്ടാൽ അതിനർത്ഥം നിങ്ങളുടെ ആത്മാവ് പൂർത്തിയാകാത്ത എന്തെങ്കിലും തിരിച്ചറിയുന്നു എന്നാണ്. എല്ലാ പ്രണയകഥകളും വിടപറയലിൽ അവസാനിക്കുന്നില്ല. രണ്ട് ഹൃദയങ്ങളും തയ്യാറാകുന്നതുവരെ ചിലത് നിശബ്ദതയിൽ നിർത്തുന്നു. എന്നാൽ ഇത് ആഴത്തിൽ ഓർമ്മിക്കുക. നിങ്ങളുടെ സ്വന്തം മൂല്യം മറക്കാൻ നിങ്ങൾ ഇത്രയും കാലം കാത്തിരിക്കരുത്. നിങ്ങൾക്ക് വേണ്ടിയുള്ള സ്നേഹം നിങ്ങളെ വ്യക്തതയോടെ നേരിടും, ആശയക്കുഴപ്പത്തിലല്ല. ഈ സന്ദേശം നിങ്ങളോട് സംസാരിച്ചെങ്കിൽ അവർ ചെയ്തതുപോലെ നിശബ്ദത പാലിക്കരുത്. ഒരഭിപ്രായമിടുക. നിങ്ങൾക്കിപ്പോൾ എന്താണ് തോന്നുന്നതെന്ന് വിവരിക്കുന്ന ഒരു വാക്കെഴുതുക. ചിലപ്പോൾ അത് പുറത്തുവിടുന്നത് രോഗശാന്തിക്കുള്ള ആദ്യപടിയാണ്. കേൾക്കുമ്പോൾ ആരെങ്കിലും നിങ്ങളുടെ മനസ്സിൽ വന്നാൽ അതേ എന്ന് കമന്റ് ചെയ്യുക. നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ സമാധാനത്തെയും തിരഞ്ഞെടുക്കുകയാണെങ്കിൽ സമാധാനമെന്ന് കമന്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം ക്രമരഹിതമല്ല, ഇതൊരു അലൈൻമെന്റ് മാത്രമാണ്. അവസാനം എന്നോടൊപ്പം നിന്നതിന് നന്ദി. അതിനാൽ കൂടുതൽ ചിന്താഗതി മാറ്റുന്ന വീഡിയോകൾക്കായി ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.